മാർച്ച് 8 കണ്ണീർ മാതാവ്. ബ്രസീലിലെ കാമ്പിനാസ് എന്ന സ്ഥലത്ത് ക്രൂശിതനായ ഈശോയുടെ മിഷണറിമാർ എന്ന സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ സിസ്റ്റർ അമാലിയ തന്റെ ഒരു ബന്ധുവിന്റെ ഭാര്യ മരണാസന്നയായിരിക്കുന്നത് കണ്ടു. അവൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് അവൾ ഈശോയോട് ചോദിച്ചു. എന്റെ അമ്മയുടെ കണ്ണുനീരിനെ പ്രതി എന്നോട് യാചിക്കുക എന്ന് ഈശോ അവൾക്ക് ഉത്തരം നൽകി. അതോടൊപ്പം 3 പ്രാർത്ഥനകൾ ഈശോ അവൾക്ക് വെളിപ്പെടുത്തി. ഈ സംഭവത്തിന് 4 മാസങ്ങൾക്ക് ശേഷം 1930 മാർച്ച് 8 പരിശുദ്ധ അമ്മ വയലറ്റ് വസ്ത്രവും കടുനീല മേലങ്കിയും വെള്ള ശിരോവസ്ത്രവും ധരിച്ച് കരങ്ങളിൽ കണ്ണീർ ജപമാലയും വഹിച്ചുകൊണ്ട് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈശോ നൽകിയ 3 പ്രാർത്ഥനകൾ കൊണ്ട് എങ്ങനെ തന്റെ കണ്ണീർ ജപമാല ചൊല്ലാമെന്ന് പരിശുദ്ധ അമ്മ സിസ്റ്ററിനെ പഠിപ്പിച്ചു. അങ്ങനെയാണ് നമുക്കെല്ലാം സുപരിചിതമായ രക്തക്കണ്ണീർ ജപമാലയുടെ ഉത്ഭവം. യഥാർത്ഥത്തിൽ ചാപ്ലറ്റ് ഓഫ് ദി ടിയേഴ്സ് ഓഫ് അവർ ലേഡി അഥവാ പരിശുദ്ധ അമ്മയുടെ കണ്ണീർ ജപമാല എന്നാണ് ഈശോയും മാതാവും സിസ്റ്റർ അമാലിയയ്ക്ക് വെളിപ്പെടുത്തിയത്. മലയാളത്തിലേക്ക് വന്ന തർജ്ജമയിലാണ് കണ്ണീർ ജപമാല എന്നത് രക്തക്കണ്ണീർ ജപമാല എന്ന് മാറ്റി എഴുതപ്പെട്ടത്. പരിശുദ്ധ അമ്മ സിസ്റ്റർ അമാലിയയോട് പറഞ്ഞു, ഈ പ്രാർത്ഥനകളിലൂടെ എൻ്റെ പുത്രൻ എന്നെ ഒരു പ്രത്യേക രീതിയിൽ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കണ്ണീരിനെ പ്രതി ചോദിക്കുന്ന കൃപകളെല്ലാം അവൻ നിങ്ങൾക്ക് തരും. 1930 ഏപ്രിൽ 8 പരിശുദ്ധ അമ്മ വീണ്ടും സിസ്റ്റർ അമാലിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു കാശുരൂപം വെളിപ്പെടുത്തി. അതിൻ്റെ ഒരു വശത്ത് സിസ്റ്റർ അമാലിയ കണ്ടതുപോലെയുള്ള പരിശുദ്ധ അമ്മയുടെ ചിത്രവും മറുവശത്ത് ബന്ധിതനായ ഈശോയുടെ ഒരു ചിത്രവുമായിരുന്നു. മാതാവിന്റെ ചിത്രത്തിന് ചുറ്റും, ഓ വ്യാകുലയായ കന്യകെ, അങ്ങയുടെ കണ്ണുനീർ നാരകീയ ശക്തികളെ താഴെ ഇറക്കുന്നു എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. ഈശോയുടെ ചിത്രത്തിന് ചുറ്റും, ഓ ബന്ധിതനായ ഈശോയെ, അങ്ങയുടെ ദിവ്യ സൗമ്യതയാൽ ലോകത്തെ ഭയപ്പെടുത്തുന്ന പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 1934 അവരുടെ സന്യാസ സഭയുടെ സ്ഥാപകനായ കാമ്പിനാസിലെ ബിഷപ്പ് ഫ്രാൻസിസ്കോ ഡി കാമ്പോസ് ബാരറ്റോ കണ്ണുനീർ ജപമാലയ്ക്ക് അംഗീകാരം നൽകുകയും കാശുരൂപം ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. രക്ഷാകര വഴിയിൽ ഈശോയുടെ രക്തത്തോടൊപ്പം പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ തുള്ളികളും വീണ് നനഞ്ഞിട്ടുണ്ട്. തൻ്റെ അമ്മയുടെ കണ്ണുനീർ തുള്ളികളെ നല്ല പുത്രനായ ഈശോ ഒരിക്കലും നിരസിക്കാത്തതിനാൽ നമുക്കും രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നേടാം. നമ്മുടെ അപേക്ഷകളെ ഈ ജപമാല വഴി പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് നൽകാം.